Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics Introduction to Air Standard Cycles, Analysis of Carnot Cycle, then Problems. First one, Introduction to Air Standard Cycles. ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? When a thermodynamic system changes from one state to another, it is said to have undergone a thermodynamic process. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ പോയിൻ്റ് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അവിടുന്ന് 2 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലോട്ട് എത്തുന്നത്. അവിടെ എന്താണ്? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് അവിടെ നടന്നു. ഓക്കെ, സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ സീരീസ് ഓഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് ശേഷം ആ ഇനീഷ്യൽ കണ്ടീഷനിലോട്ട് തന്നെ സിസ്റ്റം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്തായി? അവിടെ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് ഒരു പ്രോപ്പർട്ടി ഡയഗ്രത്തിൽ ഇപ്പോൾ PV കോർഡിനേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കും തെർമോഡൈനാമിക് സൈക്കിൾ ആണെങ്കിൽ. ഓക്കെ, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഓട്ടോ സൈക്കിളാണ്. The thermodynamic cycle with air as working fluid is called air standard cycle. എന്താണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് വെച്ചാൽ? തെർമോഡൈനാമിക് സൈക്കിൾ തന്നെയാണ്. അവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, മീൻസ് ഞാൻ എയറിനെ കംപ്രസ് ചെയ്യുന്നുണ്ടാവും, എയറിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും എയർ, അതേപോലെ എയറിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഏതിലാണ്? എയർ എന്ന് പറഞ്ഞാൽ ആ ഫിക്സഡ് മാസ് ഓഫ് എയറിലാണ് ഇതൊക്കെ ആ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അത്തരം സൈക്കിളിനെയാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് സൈക്കിൾ ഇൻ വിച്ച് എയർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. ഓക്കെ, ഇനി ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ അതിൻ്റെ അനാലിസിസിലോട്ട് പോകേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എൻജിൻസ് അറിയുന്നുണ്ടാവും. പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, അതൊക്കെ അറിയുന്നുണ്ടാവും. അവിടെയൊക്കെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെറും എയർ മാത്രമല്ല. ഇപ്പം പെട്രോൾ എൻജിൻ, അതിലോട്ട് എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതിൻ്റെ വർക്കിംഗ്, എൻജിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നതൊക്കെ പിന്നെ പഠിക്കും. ജസ്റ്റ് അതിൻ്റെ ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്? എൻജിനിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ചാൽ പെട്രോൾ എൻജിൻ ആണെങ്കിൽ പെട്രോളാണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. പെട്രോൾ മാത്രമല്ല, പ്ലസ് എയറും വേണം. എയർ എന്തിനാണ്? ഓക്സിജൻ. പെട്രോൾ ബേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അത് എയറാണ് സപ്ലൈ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? ഡീസൽ പ്ലസ് എയർ ആയിരിക്കും. ഓക്കെ, അത് എന്താ? എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ബേൺ ചെയ്തിട്ടാണ് നമുക്ക് പവർ ഔട്ട്പുട്ട് വരുന്നത്. അതിനെ റോട്ടറി മോഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓട്ടോമൊബൈൽസ് പ്രൊപ്പൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ പുറത്തോട്ട് വരുന്ന എന്താ? ഇൻപുട്ടായിട്ട് ഞാൻ കൊടുത്തു. എഞ്ചിനിലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് എയർ പ്ലസ് ഫ്യൂവൽ കൊടുത്തു. പക്ഷെ പുറത്തോട്ട് വരുന്ന എന്താണ്? ബേൺഡ് ഗ്യാസസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? കെമിക്കൽ കോമ്പോസിഷൻ അവിടെ ഒരു ചേഞ്ച് വന്നു. അത്തരം ഓപ്പറേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഈ തെർമോഡൈനാമിക് സൈക്കിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നടക്കുന്ന ആക്ച്വൽ ഓപ്പറേഷൻസിനെ തെർമോഡൈനാമിക് സൈക്കിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന് അവിടെ നടക്കുന്ന ഓപ്പറേഷനെ സിംപ്ലിഫിക്കേഷൻസ് വരുത്തിയിട്ട്, നമ്മൾ അനാലിസിസിന് വേണ്ടി സിംപ്ലിഫിക്കേഷൻ വരുത്തിയിട്ട് അതിനെ ഇക്വാലൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് സൈക്കിളിലോട്ട് മാറ്റും. ഓക്കെ, അവിടെ നടക്കുന്ന ആക്ച്വൽ പ്രോസസ്സിനെ ഈ തെർമോഡൈനാമിക് സൈക്കിളിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ? എയർ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ടാണ് എടുക്കുന്നത്. അത്തരം സൈക്കിളിനെയാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയുന്നത്. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് വെച്ചാൽ ആക്ച്വൽ എഞ്ചിനിൽ നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ അതന്നെ സെയിം ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കില്ല ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഉണ്ടാവല്. ഓക്കെ, പക്ഷേ ആ ആക്ച്വൽ എഞ്ചിനിൽ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ ഉണ്ടാവുക. ഓക്കെ, അവിടെ നടക്കുന്ന ഫിസിക്കൽ ഓപ്പറേഷൻസ് അതേപോലെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന തെർമോഡൈനാമിക് ഓപ്പറേഷൻസ് ഓക്കെ അതിവിടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ കേസിനെ നമ്മൾ കുറച്ച് സിംപ്ലിഫൈഡ് വേർഷനിലാണ് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? സർട്ടൈൻ അസംഷൻസ് ഉണ്ടാവും. ആ അസംഷൻസ് ആദ്യം നോക്കാം. അസംഷൻസ് ഇൻ ദി അനാലിസിസ് ഓഫ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. ഇപ്പം എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംഷൻസ് ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞിട്ട് എഫിഷ്യൻസി ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. ആദ്യം അസംഷൻസ് നോക്കാം.
The engine operates in a closed cycle. The cylinder is filled with a constant amount of air and the same air is used repeatedly. എൻജിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സൈക്കിളിൽ. ഓക്കെ, നമുക്കിവിടെ 3 എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് പഠിക്കാനുള്ളത്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഈ ക്ലാസ്സിൽ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാർനോട്ട് സൈക്കിളാണ്. അസംഷനിൽ നിന്ന് എൻജിൻ ഓപ്പറേറ്റ്സിനെ ക്ലോസ്ഡ് സൈക്കിളാണ്. അതേപോലെ സിലിണ്ടർ ഈസ് ഫിൽഡ് വിത്ത് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് എയർ ആൻഡ് സെയിം എയർ ഈസ് യൂസ്ഡ് റിപ്പീറ്റഡ്ലി. ഇവിടെ ഞാൻ ഒരു കാർനോട്ട് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് എയർ. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ആ സെയിം എയർ തന്നെയാണ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിലോട്ട് എയർ എൻ്റർ ചെയ്യുന്നോ എയർ ലീവ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു അസംഷൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എഞ്ചിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പം ഒരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങിന് കറസ്പോണ്ടിങ് അല്ല ക്രോസ് സെക്ഷൻ, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കമ്പോണൻസ് ഒന്നും ഇപ്പം വേണ്ട, തൽക്കാലം ഇതാണ് നമ്മളെ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സിലിണ്ടർ ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് എന്താണ്? ഫിക്സഡ് മാസ് ഓഫ് എയർ അല്ല ഇതിലുള്ളത്. സെയിം മാസ് അല്ല ആക്ച്വൽ കേസിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുണ്ടാവും? എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്ട്രോക്സ് ഒന്നും ഇപ്പം പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തന്നതിന് ശേഷം ആ പ്രൊഡക്റ്റ് ലീവ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ഫിക്സഡ് മാസ് ഓഫ് എയർ, കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് എയർ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നു. മീൻസ് എയർ എൻ്റർ ചെയ്യുന്നു, എയർ ലീവ് ചെയ്യുന്നു എന്നില്ല. ഓക്കെ, ക്ലോസ്ഡ് സൈക്കിൾ ഓഫ് ഓപ്പറേഷനാണ് ഇവിടെ വരുന്നത്. ദ സെക്കൻഡ് വൺ, എയർ ബിഹേവ്സ് ആസ് ഐഡിയൽ ഗ്യാസ്. എയർ എന്തായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്? ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. മീൻസ് ഇറ്റ് ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, തേർഡ് വൺ, വർക്കിംഗ് ഫ്ലൂയിഡ് ഹാസ് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ്സ്. നമ്മളിപ്പം ആക്ച്വൽ കേസിലോട്ട് പോകുന്ന സമയത്ത് ഈ എയറിൻ്റെ ടെമ്പറേച്ചർ നല്ല വേരിയേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, അതിൽ എയറിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, എയറിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഹീറ്റ് ആഡ് ചെയ്യുന്നു. ആ സമയത്ത് എയറിൻ്റെ ടെമ്പറേച്ചറിന് നല്ല വേരിയേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, ഈ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ, വോളിയം, ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പക്ഷേ ഞാനിവിടെ എന്താണ് അസ്യൂം ചെയ്യുന്നത്? അത് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റാണ്, അല്ലെങ്കിൽ കലോറിക്കലി പെർഫെക്റ്റ് ഗ്യാസാണ് എയർ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, വർക്കിംഗ് ഫ്ലൂയിഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി കെമിക്കൽ ചേഞ്ചസ് ത്രൂ ഔട്ട് ദി സൈക്കിൾ. അടുത്തത് വർക്കിംഗ് ഫ്ലൂയിഡ്, എയറിന് ഒരു കെമിക്കൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം ആക്ച്വൽ കേസിലോട്ട് വരുന്ന സമയത്ത് എയർ ഫ്യൂവൽ വന്നു, അവിടെ ബേണിങ് നടന്നു. ബേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂവൽ, പെട്രോൾ എന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. അതിലെ കാർബണും ഹൈഡ്രജനും എയറിലെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായി? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടാണ് പ്രൊഡക്റ്റ് ലീവ് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇവിടെ സൈക്കിളിൽ, നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ ഇല്ല എന്നാണ് അടുത്ത അസംഷൻ. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് വൺ, ഓൾ ദ പ്രോസസ്സസ് ആർ ഇൻറ്റേർണലി റിവേഴ്സിബിൾ. ദാറ്റ് ഈസ് ദർ ഈസ് നോ മെക്കാനിക്കൽ ഓർ ഫ്രിക്ഷണൽ ലോസസ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ, ഇപ്പം പ്രോസസ്സ് 1 2 കാണിച്ചിട്ടുണ്ട്. ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ ആ 1 നിന്ന് 2 വന്ന സെയിം പാത്ത് ഏതാണോ ആ സെയിം പാത്തിലൂടെ 2 1 പോയിട്ട് ആ ഇനീഷ്യൽ കണ്ടീഷനിൽ 1 എത്താൻ വേണ്ടി പറ്റും. ആ 1 എത്തിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ്, ആ 1 2 അതേപോലെ 2 1 എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നടന്നതിൻ്റെ ഒരു ട്രേസസ് അവിടെ ബാക്കി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സിസ്റ്റവും സറൗണ്ടിങ്സും കംപ്ലീറ്റ്ലി റീസ്റ്റോർഡ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. അത്തരം പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. സിസ്റ്റത്തിനോ സറൗണ്ടിങ്ങിനോ ഒരു ചേഞ്ചും വരുത്താതെ ആ ഇനീഷ്യൽ കണ്ടീഷനിലോട്ട് വരാൻ വേണ്ടി പറ്റില്ല. കാരണം ഫ്രിക്ഷണൽ ലോസസ്, അങ്ങനെ ഒരുപാട് ലോസസ് ഉണ്ട്. ഓക്കെ, പ്രാക്ടിക്കലി വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്? എല്ലാ പ്രോസസ്സും ഇൻറ്റേർണലി റിവേഴ്സിബിൾ ആണ്. ഫ്രിക്ഷൻ അതുപോലെ ഒരു ലോസസും ഇല്ല. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് സിലിണ്ടർ, ഇതാണ് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, റെസിപ്രോക്കേറ്റിംഗ് മോഷനിലെ സമയത്ത് ഇവിടെ എന്ത് ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, രണ്ട് സർഫസ് കോണ്ടാക്റ്റിൽ വന്നിട്ട് റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഫ്രിക്ഷൻ വന്നു. ഓക്കെ, ആക്ച്വൽ കേസിൽ ആ ഫ്രിക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ അനാലിസിസിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്, ഫ്രിക്ഷൻ ലോസസ് ഒന്നും ഇല്ലയെന്ന് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ലൈനായിട്ട് ഈ പ്രോപ്പർട്ടി ഡയഗ്രത്തിൽ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് 6th വൺ, കമ്പസ്റ്റൻ പ്രോസസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ്. കമ്പസ്റ്റൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വൽ എൻജിനിലോട്ട് വരുന്ന സമയത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ചെയ്തു, അതിനെ അതിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്യുന്നത്, കംപ്രസ് ചെയ്തിട്ടാണ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സീരീസ് ഓഫ് സൈക്കിൾ ഓപ്പറേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ബേൺ ചെയ്യുന്നുണ്ട്, അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ,
അവിടെ എന്താണ് കമ്പസ്റ്റനാണ് പ്രോസസ്സ്. കമ്പസ്റ്റൻ ചെയ്യുമ്പോഴോട്ട് എയർ ഫ്യൂൽ എൻ്റർ ചെയ്തു, കമ്പസ്റ്റൻ പ്രോഡക്റ്റ് ലീവ് ചെയ്യുന്നു. ആ കമ്പസ്റ്റന് ആക്ച്വലി എന്താ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇതിൽ. ഓക്കെ, അതിനെങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു, നമ്മൾ കെമിക്കൽ ചേഞ്ചസ് ഒന്നും ഇല്ലയെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ആ പ്രോസസ്സിനെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? എയറിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. സെയിം എഫക്റ്റാണ് ഇവിടെ. ടെമ്പറേച്ചർ കൂടിയെന്ന്, എയർ ഫ്യൂൽ മിക്സറിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ടെമ്പറേച്ചർ കൂടിയെന്ന് അതിനെ എയറിലോട്ട് ടെമ്പറേച്ചർ ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് ഇക്വാലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ. ഓക്കെ, അതേപോലെ എക്സോസ്റ്റ് പ്രോസസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹീറ്റ് റിജക്ഷൻ. എക്സോസ്റ്റ് വെച്ചാൽ ആ ബേൺഡ് പ്രൊഡക്റ്റിനെ പുറത്തോട്ട് തള്ളി കളയുന്നത് എഞ്ചിനിൽ നിന്ന്. ഓക്കെ, അതിനെ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് നമ്മളെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ. ഓക്കെ, അടുത്തത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടേം നോക്കാം. ഓൺലി എ പോർഷൻ ഓഫ് ദ ഹീറ്റ് സപ്ലൈഡ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ടു ദ സിസ്റ്റം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആൻഡ് ദ റിമൈനിങ് ഷുഡ് ബി റിജക്റ്റഡ് ടു എ ലോ ടെമ്പറേച്ചർ റിസർവോയർ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പം ഒരു എഞ്ചിനുണ്ട്, ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. അതിലോട്ട് ഹീറ്റ് ഇൻപുട്ട്, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. വർക്ക് ഔട്ട്പുട്ട് തരണം. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും ആ എഞ്ചിനിലോട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പെട്രോൾ എഞ്ചിന് അത് നമുക്ക് റോട്ടറി ഔട്ട്പുട്ട് തരുന്നത് എന്തുകൊണ്ടാണ്? അതിലോട്ട് ഇൻപുട്ടായിട്ട് എയർ ഫ്യൂൽ മിക്സർ കൊടുക്കുന്നുണ്ട്, സം ഫോം ഓഫ് എനർജി ഇൻപുട്ട് അതിനുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഓക്കെ, ആ എഞ്ചിനിലോട്ട് കൊടുക്കുന്ന ഹീറ്റ് ഇൻപുട്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ വർക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിലോട്ട് റിജക്റ്റ് ചെയ്ത് കളയണം. അതായത് കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടി പറ്റില്ല. മീൻസ് അവിടെ എന്ത് വന്നു? എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടേം വന്നു. ഓക്കെ, എഞ്ചിൻ്റെയൊക്കെ പെർഫോമൻസ് പറയണം എന്ത് വേണം? അന്നേരം എഫിഷ്യൻസി എന്നൊരു ടേം വേണം. ആ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം വർക്ക് ഔട്ട്പുട്ട് എല്ലാ എഞ്ചിനും ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എഫിഷ്യൻസിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓരോ എഞ്ചിൻ്റെ എഫിഷ്യൻസി ഡിഫറൻ്റ് ആയിരിക്കും. മീൻസ് കൊടുക്കുന്നതിൻ്റെ എത്ര പോർഷനാണോ വർക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് തരുന്നത് അത് ഡിഫൈൻ ചെയ്യാനാണ് എഫിഷ്യൻസി യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, എഞ്ചിനിലെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട്, അതാണ് ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി. ഓക്കെ, എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ നോക്കാം. ഈറ്റ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഡബ്ല്യു നെറ്റ് ബൈ ക്യൂൻ. ഇതിൻ്റെ ഇപ്പം എനർജി ബാലൻസ് അങ്ങനെ എഴുതാം. ഇപ്പം ഇതാണ് ഇൻപുട്ട്, അതിനെ രണ്ട് പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് വർക്ക്, ഒന്ന് ഹീറ്റ് റിജക്ഷൻ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എനർജി ബാലൻസ് അങ്ങനെ എഴുതണം. ക്യൂ ഇൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു നെറ്റ് പ്ലസ് ക്യൂ ഔട്ട്. ഓക്കെ, ഇതാണ് എൻട്രിങ് ഹീറ്റ് എന്ന് പറയുന്നത്. അതിനെ രണ്ട് സ്പ്ലിറ്റ് ആക്കുന്നത്. അന്നേരം എനർജി ബാലൻസ് ഇങ്ങനെ എഴുതാം. അങ്ങനെ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഡബ്ല്യു നെറ്റിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂ ഇൻ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇതാണ് എല്ലാ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളും. ഇപ്പോൾ 3 അവിടെ പഠിക്കുന്ന അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിളാണ്. ആക്ച്വലി കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഡിവൈസ് പ്രാക്ടിക്കലി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അതിൻ്റെ കാരണം ഡിസ്കസ് ചെയ്യും. അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അതിൻ്റെ തെർമൽ എഫിഷ്യൻസി ഇക്വേഷൻ എന്താണെന്നാണ് ആദ്യം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാർനോട്ട് സൈക്കിൾ ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് 4 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ്, 2 റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സസ്. റിവേഴ്സിബിൾ അഡിയബാറ്റിക്കിന് പറയുന്ന പേരാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഓക്കെ, കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സായില്ല. അതിൽ 2 ഐസോതെർമലാണ്, 2 അഡിയബാറ്റിക് ആണ്. പ്രോസസ്സൊക്കെ ഓൾറെഡി റിവേഴ്സിബിൾ ആണെന്ന് അസംഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഞാൻ അഡിയബാറ്റിക് എന്ന് ജസ്റ്റ് പറയുന്നെങ്കിലും എന്ത് മനസ്സിലാക്കണം? റിവേഴ്സിബിൾ അഡിയബാറ്റിക്. റിവേഴ്സിബിൾ അഡിയബാറ്റിക്കിന് പറയുന്ന പേരാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഓക്കെ, അതിനെ PV ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ PV ഡയഗ്രാം, ഇതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ TS ഡയഗ്രാം. ഓക്കെ, ഇപ്പം പോയിൻ്റ് 1 കാർനോട്ട് സൈക്കിളിൽ ഇവിടെയാണെങ്കിൽ ആ സെയിം കറസ്പോണ്ടിങ് പോയിൻ്റ് തന്നെയാണ് ഇവിടെ 1 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെയില്ല 1, 2 എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇവിടെ TS ഡയഗ്രത്തിൽ 1, 2. മീൻസ് പ്രഷർ, P എന്ന് വെച്ചാൽ പ്രഷർ, V എന്ന് വെച്ചാൽ വോളിയം, T ടെമ്പറേച്ചർ, ഇവിടെ S എൻട്രോപ്പിയാണ്, സ്പെസിഫിക് എൻട്രോപ്പിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സ്പെസിഫിക് എൻട്രോപ്പി എന്ന് വെച്ചാൽ എൻട്രോപ്പി ഡിവൈഡ് ബൈ മാസ്. സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ മാസ്.
കറസ്പോണ്ടിങ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ മാസ് ആണ് സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എൻട്രോപ്പി എന്ന് വെച്ചാൽ ബൈ കൺസെപ്റ്റ് എന്താ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മോളിക്കുലർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻട്രോപ്പി കൂടും, ഹീറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പി കുറയും. ഓക്കെ, ഹയർ സെക്കൻഡറി ലെവലിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എൻട്രോപ്പിലോട്ട് അധികം കിടക്കുന്നില്ല, അതൊക്കെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ആദ്യം നോക്കാം. ആദ്യം ഈ കാർനോട്ട് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ, ഇത് സിലിണ്ടർ, സെക്ഷണൽ വ്യൂ ആണ്. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ സൈഡ്സ് ഇതും അഡയബാറ്റിക് കവറാണ്. അഡയബാറ്റിക് കവർ എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യില്ല, ഹീറ്റ് ട്രാൻസ്ഫർ അലോ ചെയ്യൂല. അഡയബാറ്റിക് വാൾ വഴി ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡയാതെർമിക് കവർ എന്ന് വെച്ചാൽ ഡയാതെർമിക് വാൾ എന്താണ്, ഹീറ്റിനെ അലോ ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ അലോ ചെയ്യുന്ന വാളാണ് ഡയാതെർമിക് കവർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്, തെർമൽ എനർജി റിസർവോയർ. ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ഉണ്ട്, ലോ ടെമ്പറേച്ചർ TL, ലോ ടെമ്പറേച്ചറിലുള്ള ഒരു സോഴ്സും ഉണ്ട്. സോഴ്സ് ആൻഡ് സിങ്ക് എന്ന് പറയുന്നത് തെർമൽ എനർജി റിസർവോയർ ആണ്. ഓക്കെ, എൻ്റെ ഇൻഫിനിറ്റി ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും. അതിന് എത്ര ഹീറ്റ് എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻ വരില്ല, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഹീറ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്താലും അതിൻ്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻ വരില്ല. അതാണ് എനർജി റിസർവോയർ എന്ന് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിലോട്ട് എത്ര ഹീറ്റ് കൊടുത്താലും പ്രശ്നമില്ല, എത്ര ഹീറ്റ് എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, ആദ്യം ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വൈക പിസ്റ്റൺ സ്റ്റാർട്ട് മൂവിങ് ഇൻവാർഡ് ഫ്രം ദി ഔട്ടർമോസ്റ്റ് പൊസിഷൻ ആൻഡ് വർക്കിംഗ് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ടു കംപ്രസ് ഐസോതെർമലി ഫ്രം സ്റ്റേറ്റ് 1 അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ TL. പിസ്റ്റൺ ആദ്യം ഏറ്റവും റൈറ്റ് വാർഡ് ഔട്ടർമോസ്റ്റ് പൊസിഷനിലായില്ലേ, പിസ്റ്റൺ ആദ്യം ഇവിടെയുള്ളത് എന്ത് ചെയ്യുന്നത്, അതിനെ കംപ്രസ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഇപ്പം ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, പിസ്റ്റൺ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ആ പിസ്റ്റണ് ഈ ഒരു ഡയറക്ഷനിൽ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രഷൻ എന്താണ്, ഐസോതെർമൽ കംപ്രഷനാണ്. ഓക്കെ, ആ പിസ്റ്റൺ ഏറ്റവും റൈറ്റ് മോസ്റ്റ് പൊസിഷനിലുള്ള സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആ 1 കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കംപ്രഷൻ മീൻസ് ആര് ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. 1ലെ പ്രഷർ എന്ന് വെച്ചാൽ ഇതാണ് 1ലെ പ്രഷർ. അങ്ങനെ കിട്ടുക, നേരെ y കോർഡിനേറ്റിലോട്ട് കൊണ്ടുപോവുക, അതിൽ നിന്ന് ഒറിജിനിലോട്ടിലെ ഒരു ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് 1ലെ പ്രഷർ, 2ലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നു. മീൻസ് 1 to 2 പോകുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്തു. വോളിയത്തിന് എന്താ സംഭവിച്ചത്, 1ന് കറസ്പോണ്ടിങ് വോളിയം എങ്ങനെ കിട്ടുക, 1ന് നേരെ x കോർഡിനേറ്റിൽ എത്തുക, ഡിസ്റ്റൻസ്, അതാണ് 1ലെ വോളിയം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2ലെ വോളിയം എന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പോകുന്നത്. മീൻസ് ആ കംപ്രഷൻ നടക്കുന്ന സമയത്ത് എന്ത് കൂടും, പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും കംപ്രഷനിൽ. ഓക്കെ, ഇവിടെ ഐസോതെർമൽ കംപ്രഷനാണ്. നോർമലി കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിൽക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, അതാണ് ഇനി പറയുന്നത്. ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ TL ഈസ് മെയിൻറ്റൈൻഡ് ബൈ bringing the heat sink in contact with the cylinder head through a diathermic cover. The working fluid loses heat to the sink. ഓക്കെ, ഇതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ കൂടി, എയറിൻ്റെ പ്രഷർ കൂടി, പിന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നോർമലി കംപ്രസ് ചെയ്യുന്ന സമയത്ത് പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യണം. ഹീറ്റ് റിജക്റ്റ് ചെയ്താൽ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, അതിനെന്താ ചെയ്യുന്നത്, ഇവിടെ ആദ്യം ഡയാതെർമിക് കവർ പ്ലേസ് ചെയ്യും. ഡയാതെർമിക് കവർ എന്ന് വെച്ചാൽ അതുവഴി ഹീറ്റ് ഇൻട്രാക്ഷൻ പറ്റും. നമ്മൾ അതിന് ശേഷം ആ ഗ്യാസിന് എന്ത് ചെയ്യും, ഈ ലോ ടെമ്പറേച്ചർ സിങ്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വിടും. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TL ആണ്. ഓക്കെ, അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ബ്രിങ്ങിങ് ദ ഹീറ്റ് സിങ്ക് ഇൻ കോൺടാക്ട് വിത്ത് ദി സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിലോട്ട് ഹീറ്റ് സിങ്ക് കോൺടാക്റ്റിൽ വരും ത്രൂ ഡയാതെർമിക് കവർ. ആ സമയത്ത് ആ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസിൽ നിന്ന് ഹീറ്റ് ആ സിങ്കിലോട്ട് റിജക്റ്റ് ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ TLലെ സിങ്കിലോട്ട് റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കംപ്രസ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ് പെർ കിലോഗ്രാം ഓഫ് എയർ ഡ്യൂറിങ് പ്രോസസ് 1-2. ഈ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ആ ടെമ്പറേച്ചർ ഇൻറ്റു കറസ്പോണ്ടിങ് എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ പെർ കിലോഗ്രാം ഓഫ് എയർ ആണ്.
അതുകൊണ്ട് എന്താ ഇവിടെ സ്പെസിഫിക് എൻട്രോപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. എൻട്രോപ്പി ഡിവൈഡ് ബൈ മാസ്. ഓക്കെ, അങ്ങനെ കിട്ടുന്നത് Q out is equal to ടെമ്പറേച്ചർ ഇൻറ്റു ഇതാണ് ഹയർ എൻട്രോപ്പി മൈനസ് ലോവർ എൻട്രോപ്പി. പ്രോസസ് 1-2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി, 1 എൻട്രോപ്പി ഉണ്ടാവും, അതേപോലെ 2 എൻട്രോപ്പി ഉണ്ടാവും. ഇതാണ് സ്പെസിഫിക് എൻട്രോപ്പി എടുത്തിരിക്കുന്നത്. എക്സ് കോർഡിനേറ്റ് ആണ്. മീൻസ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച്. ഹയർ എൻട്രോപ്പി മൈനസ് ലോവർ എൻട്രോപ്പിയാണ് എടുക്കുന്നത് പോസിറ്റീവ് സൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോസസ് 1-2 PV ഡയഗ്രത്തിൽ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, കംപ്രഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും. അതേപോലെ TS ഡയഗ്രത്തിൽ എങ്ങനെയാണ് കാണിക്കുക? ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് അതെന്തായാലും ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. കാരണം TS ഡയഗ്രത്തിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഐസോതെർമൽ ഒരു പ്രോസസ്സ് കാണിക്കണമെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനേ വരക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പം ഈ ഒരു എല്ലാ പ്രോസസ്സും കാണിക്കുന്ന സമയത്ത് ആരോ ഇട്ടിട്ട് കാണിക്കണം. ഇപ്പം 1-2 ആ പ്രോസസ്സ് ആണെങ്കിൽ ഇതേപോലെ ആരോ ഇടണം. ഓക്കെ, 2-3 ആണെങ്കിൽ ആരോ ഇടണം, ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നതെന്ന്. ഇവിടുന്ന് ഇപ്പം ഇനീഷ്യൽ പൊസിഷൻ ഞാൻ 1 പറഞ്ഞു, അവിടുന്ന് ഞാൻ എന്തുകൊണ്ടായിരിക്കും ലെഫ്റ്റിലോട്ട് വരച്ചത്? ഈ ഒരു പ്രോസസ്സിൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്ത് പോവുകയാണ്. റിജക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എൻട്രോപ്പി ഡിക്രീസ് ആണ് ഉണ്ടാവുക. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ വരച്ചത്. ഓക്കെ, ഞാൻ 1 ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പിക്ക് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പ്രോസസ് 1-2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഐസോതെർമലാണ്, ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഹീറ്റ് റിജക്ഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഐസോതെർമൽ കംപ്രഷന് ശേഷം പ്രോസസ്സ് ഇവിടെ 2-ലാണ് എൻ്റെ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് 2-ൽ അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ കംപ്രഷൻ ദ ഹീറ്റ് സിങ്ക് ഈസ് റിമൂവ്ഡ് ആൻഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ അഡയബാറ്റിക് കവർ. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് കംപ്രഷനാണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല, സീറോ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതിനാണ് എന്ത് ചെയ്യണം? ഈ ഡയാതെർമിക് കവർ മാറ്റിയിട്ട് ആരെ കൊണ്ടുപോകണം? അഡയബാറ്റിക് കവറിനെ ഇവിടെ പ്ലേസ് ചെയ്യണം. അഡയബാറ്റിക് കവറിനെ പ്ലേസ് ചെയ്താൽ പിന്നെ കംപ്ലീറ്റ്ലി ഇൻസുലേഷൻ വന്നു, ഹീറ്റ് ഇൻസുലേഷൻ വന്നു. പിന്നെ കംപ്രസ് ചെയ്താൽ എന്തായിരിക്കും? അത് അഡയബാറ്റിക് കംപ്രഷൻ ആയിരിക്കും. ദെൻ കംപ്രഷൻ പ്രൊസീഡ്സ് അഡയബാറ്റിക്കലി. ആ സമയത്ത് എന്താ? വർക്ക് ഈസ് ഡൺ ഓൺ ദി വർക്കിംഗ് ഫ്ലൂയിഡ്, ദ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ് ആൻഡ് ടെമ്പറേച്ചർ റൈസസ് ടു TH അറ്റ് സ്റ്റേറ്റ് 3. ഈ എൻ്റയർ പ്രോസസ് 1-2 സെയിം ടെമ്പറേച്ചറാണ്, TL എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലാണ് ഉണ്ടായത്. അതിനുശേഷം കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ നടക്കുന്ന സമയത്ത് അഗൈൻ കംപ്രഷനാണ്, പ്രഷർ കൂടി വോളിയം കുറയും. ഓക്കെ, 2-3 പോകുന്ന സമയത്ത് പ്രഷറിന് ഇൻക്രീസ് വന്നു, വോളിയത്തിന് ഡിക്രീസും വന്നു 2 കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ അവിടെ എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. കാരണം അവിടെ നിന്ന് ഹീറ്റിന് പുറത്തു പോകാനുള്ള ഓപ്ഷനിൽ കംപ്ലീറ്റ്ലി അഡയബാറ്റിക് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എവിടെ നിന്ന് ചെയ്തു? ഇവിടെ മൊത്തമായിട്ട് TL ആണ് ടെമ്പറേച്ചർ, ഇവിടുന്ന് എടുത്തോട്ട് പോകുന്ന സമയത്ത് TH എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെത്തി. അതിൻ്റെ കാരണം എന്താ? ഇതിനെ കംപ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഗ്യാസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ് ആണ്. അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ്. ആ സമയത്ത് അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്, ഇതാണ് എൻ്റെ സിസ്റ്റത്തിന് വർക്കോ അല്ലെങ്കിൽ ഹീറ്റോ അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിനെ ഞാൻ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് എന്താ? അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് കൂടുന്നത്. അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വർക്ക് കൂടി, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇത്ര വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇത്ര ഹീറ്റ് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. സിസ്റ്റത്തിലോട്ട് ഞാൻ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ? അവിടെ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്കായിട്ടല്ല സ്റ്റോർ ചെയ്യുക. ഒരു സിസ്റ്റത്തിന് ഒരിക്കലും എനർജി വർക്കായിട്ടോ ഹീറ്റായിട്ടോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിലോട്ട് വർക്ക് ട്രാൻസ്ഫറോ അല്ല ഹീറ്റ് ട്രാൻസ്ഫറോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലത് സ്റ്റോർ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത്, അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുന്ന സമയത്ത്. അത് TS ഡയഗ്രത്തിൽ എങ്ങനെ കാണിച്ചിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. കംപ്രഷൻ റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്നാണ് പറഞ്ഞത്. ഒരു TS ഡയഗ്രത്തിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എങ്ങനെ വരക്കുക? വെർട്ടിക്കൽ ലൈൻ. ഇവിടെ എൻട്രോപ്പിയാണ്, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ പ്രോസസ്സിൽ നേരെ വെർട്ടിക്കലായിട്ട്. ഓക്കെ, ഇതാണ് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് എൻട്രോപ്പിയിലുണ്ട്. ഓക്കെ, വെർട്ടിക്കലായിട്ട് എന്താ? അപ്വാർഡ് ഡയറക്ഷനിൽ വരച്ചത്. ടെമ്പറേച്ചർ TL നിന്ന് TH ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് TL ടെമ്പറേച്ചർ TH ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ 2-3 വന്നു. ഓക്കെ, അടുത്ത പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇനി പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ ആദ്യം ഇവിടെ നിന്ന് വന്നിട്ട് ഈ എൻഡിലെത്തി. ഓക്കെ, കംപ്ലീറ്റ് എൻഡല്ല, ചെറിയൊരു ക്ലിയറൻസ് എവിടെ ഉണ്ടാവും, അവിടെ എത്തി.
ഓക്കെ, അതിനുശേഷം പിസ്റ്റൺ ആദ്യം തിരിച്ചു പോവേ വേണ്ട. എന്താ ഗ്യാസ് എന്താ ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്. പിസ്റ്റൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, മീൻസ് ഗ്യാസ് ഇവിടെ ഉള്ളത് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രഷർ കുറയും, വോളിയം ഇൻക്രീസ് ചെയ്യും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 3-4 ആണ്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് 3-4 എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഓക്കെ, പിസ്റ്റൺ സ്റ്റാർട്ട് മൂവിങ് ഔട്ട്വേർഡ് ഫ്രം ദി ഇന്നർമോസ്റ്റ് പൊസിഷൻ. ഇന്നർമോസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ ഹെഡിനൊന്ന് മുട്ടുന്നതല്ല, ആ പിസ്റ്റണിൻ്റെ മാക്സിമം വരുന്നതാണ് അതിൻ്റെ ഇന്നർമോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളായിട്ട് ഇവിടെ വരെ വരില്ല, ചെറിയൊരു വോളിയം അവിടെ ഉണ്ടാവും. ഓക്കെ, മീൻസ് ഇത്ര പേരൊരു വോളിയം അവിടെ ഉണ്ടാവും, ഈ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ആ ഇന്നർമോസ്റ്റ് പൊസിഷൻ എന്ത് ചെയ്യും, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ സ്റ്റാർട്ട് മൂവിങ് ഔട്ട്വേർഡ് ഫ്രം ദി ഇന്നർമോസ്റ്റ് പൊസിഷൻ ആൻഡ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ടു എക്സ്പാൻഡ് ഐസോതെർമലി ഫ്രം സ്റ്റേറ്റ് 3 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ TH. ഇവിടെയുള്ള ടെമ്പറേച്ചർ TH ആണ്. ഇനി ആ സെയിം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 3-4 വരുന്ന സമയത്ത് പ്രഷറിന് എന്ത് സംഭവിച്ചു, 3ലെ പ്രഷർ ഇത്രയുമാണ്, 4ലെ പ്രഷർ കുറവാണ്, പ്രഷർ കുറഞ്ഞു. വോളിയത്തിനോ 3ലോട്ടുള്ള വോളിയം ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 4ലോട്ടുള്ള വോളിയം ഇത്രയും വോളിയം വന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും. നോർമലി ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആരും കൂടെ ഡിക്രീസ് ചെയ്യണം, ടെമ്പറേച്ചറും കൂടെ ഡിക്രീസ് ചെയ്യണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐസോതെർമൽ പ്രോസസ്സാണ്. അതെന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യുക. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നെടുക്കാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കണം. Okay, the constant temperature TH is maintained by removing adiabatic cover and bringing the heat source in contact with the cylinder head through a diathermic cover. ഇപ്പോൾ ഓൾറെഡി അവിടെ അഡയാബാറ്റിക് കവർ ഉണ്ടായിട്ടുണ്ടാവുക, അതിനെ റിമൂവ് ചെയ്തിട്ട് എഗെയിൻ ഡയാതെർമിക് കവർ വന്നു. പിന്നെ പിസ്റ്റൺ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നോർമലി ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടർ ഹെഡുമായിട്ട് ആര് കോൺടാക്റ്റിൽ വരും, TH ടെമ്പറേച്ചറിലെ സോഴ്സ് കോൺടാക്റ്റിൽ വരും. മീൻസ് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഹീറ്റ് ആ സിസ്റ്റത്തിലോട്ട് കൊടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതായത് വർക്കിംഗ് ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ് ഫ്രം ദി സോഴ്സ്. ആ സമയത്ത് ഹീറ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് റിസീവ്ഡ് എന്ന് വെച്ചാൽ അതിൽ ഹീറ്റ് ഇൻപുട്ടാണ്. ഹീറ്റ് ഇൻപുട്ട് ഇവിടെ TS ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈനാണ്. സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ഇൻപുട്ട് വരുന്ന സമയത്ത് എൻട്രോപ്പി കൂടണം. അതാണ് ഈ ലെഫ്റ്റ് ടു റൈറ്റ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് റിസീവ്ഡ് പെർ കിലോഗ്രാം ഓഫ് എയർ, കാരണം സ്പെസിഫിക് എൻട്രോപ്പിയാണ്, എൻട്രോപ്പി പെർ മാസാണ് എടുത്തിരിക്കുന്നത്. എന്തായിരിക്കും, ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച്. ടെമ്പറേച്ചർ TH ആണ്, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയർ എൻട്രോപ്പി മൈനസ് ലോവർ എൻട്രോപ്പി, S4 മൈനസ് S3. ഓക്കെ, സ്മോൾ ലെറ്റർ S ആണ് സ്പെസിഫിക് എൻട്രോപ്പിക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്താ, ഇനി അഡയാബാറ്റിക് എക്സ്പാൻഷനാണ്. ഓക്കെ, ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് 3-4 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തി. അതിന് ശേഷം എന്താ, ഹീറ്റ് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ അഡയാബാറ്റിക് കവർ. ദ എക്സ്പാൻഷൻ കണ്ടിന്യൂസ് അഡയാബാറ്റിക്കലി. ഇവിടെ ഡയാതെർമിക് കവർ ഹീറ്റ് സോഴ്സുമായിട്ട് കോൺടാക്ട് വരുന്നതാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഗെയിൻ അഡയാബാറ്റിക് കവർ വെച്ചു. പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അഡയാബാറ്റിക് എക്സ്പാൻഷനാണ്. Okay, work is done by the working fluid in expense of internal energy and temperature drop to TL at state 1. ഇവിടെ ഒരു ടെമ്പറേച്ചർ TH, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഇൻപുട്ട് ഒന്നുമില്ല, ടെമ്പറേച്ചർ കുറയും. കാരണം ഈ സിസ്റ്റം വർക്ക് ഔട്ട്പുട്ട് തരാം നമുക്ക് അന്നേരം. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് തരണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി അന്നേരം ഡിക്രീസ് ചെയ്യും. ഒരു ഫോം ഓഫ് എനർജിയാണ് അടുത്ത എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്. വർക്ക് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻ എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജിയാണ് ഔട്ട്പുട്ട് വരുന്നത്. മീൻസ് ഇൻറ്റേർണൽ എനർജി ഇവിടെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ എന്ത് ചെയ്യും, TH നിന്ന് നേരെ TLലോട്ട് വരും. ഓക്കെ, ഇവിടെ ത്രൂ ഔട്ടായിട്ട് ടെമ്പറേച്ചർ TH, ഇവിടെ ത്രൂ ഔട്ടായിട്ട് TL. ഓക്കെ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ കഴിയുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായി, TLലെത്തി. നമ്മൾ എവിടെ എത്തി, 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അവിടെ തന്നെ തിരിച്ചെത്തി. മീൻസ് ദിസ് കൺസ്റ്റിറ്റ്യൂട്ട് എ കാർനോട്ട് സൈക്കിൾ. ആ പ്രോസസ്സ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ മീൻസ് റിവേഴ്സിബിൾ അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. അതങ്ങനെ കാണിക്കുന്നുണ്ട്. 4ലെത്തി, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വരക്കുന്ന സമയത്ത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, TH നിന്ന് TLലോട്ട് വരുന്നത്. ഇങ്ങനെയാണ് TS ഡയഗ്രാം കംപ്ലീറ്റ് ആകുന്നത്. PV ആൻഡ് TS ഡയഗ്രാം വരക്കേണ്ട മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി തെർമൽ എഫിഷ്യൻസി. ഓക്കെ, ഡയറക്റ്റ് TS ഡയഗ്രത്തിൻ്റെ യൂസിലാണ് ഞാൻ തെർമൽ എഫിഷ്യൻസി കാർനോട്ട് സൈക്കിളിൽ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം
ഡയറക്റ്റ് എഫിഷ്യൻസി ഇക്വേഷൻ എന്താ ഡബ്ല്യു നെറ്റ് ബൈ ക്യു എൻ അല്ലെങ്കിൽ ക്യു എൻ മൈനസ് ക്യു ഔട്ട് ബൈ ക്യു എൻ. ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ ഡ്യൂറിങ് പ്രോസസ് 3-4 ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. TH/S4-S3 ഇതിൽ പ്രോസസ് 2-3 ആൻഡ് 4-1 അതെന്താണ് ഐസെൻട്രോപ്പിക് ആണ്. മീൻസ് എൻട്രോപ്പി അറ്റ് 2 ഈസ് ഈക്വൽ ടു എൻട്രോപ്പി അറ്റ് 3 ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട്. അതേപോലെ എൻട്രോപ്പി അറ്റ് 4 ഈസ് ഈക്വൽ ടു എൻട്രോപ്പി അറ്റ് 1. ഇതിൽ അന്നേരം S4ൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും S1 എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ S3യുടെ സ്ഥാനത്ത് S2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ആ രണ്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും Q in ഈസ് ഈക്വൽ ടു TH/S1-S2 ഇക്വേഷൻ നമ്പർ 1. അതേപോലെ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് പ്രോസസ് 1-2 എക്സ്പ്രഷൻ എന്തായിരുന്നു TL/S1-S2. ഓക്കെ, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്താ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ഇൻപുട്ട് ആൻഡ് ഹീറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, രണ്ടിൻ്റെയും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി W net ഈസ് ഈക്വൽ ടു TH/S1-S2 മൈനസ് TL/S1-S2. ഇത് ചെയ്ത TH-TL സോൾവ് ചെയ്താൽ എന്ത് കിട്ടും ഇത് കോമൺ ആണ്. S1-S2 രണ്ടിലും കോമൺ ആണ്. സോൾവ് ചെയ്താൽ W net ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും ഇക്വേഷൻ നമ്പർ 3. ഇനി എഫിഷ്യൻസി ഇക്വേഷൻ എന്താ W net ബൈ ക്യു എൻ ആണ്. W നെറ്റിൻ്റെ എക്സ്പ്രഷനും ക്യു ഇന്നിൻ്റെ എക്സ്പ്രഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന S1-S2 ക്യാൻസൽ ചെയ്താൽ TH-TL/TH അല്ലെങ്കിൽ ഈറ്റ കാർനോട്ട് ഈസ് ഈക്വൽ ടു 1-TL/TH. ഓക്കെ, TL എന്തായിരുന്നു സിങ്ക് ടെമ്പറേച്ചർ ആയിരുന്നു, TH സോഴ്സ് ടെമ്പറേച്ചർ ആയിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക തെർമൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ സോഴ്സ് ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ. ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും വരുന്നില്ല. ആറ് മാത്രമേ വരുന്നുള്ളൂ സോഴ്സ് ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സോഴ്സ് ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസ് ഇൻ സിങ്ക് ടെമ്പറേച്ചർ. ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് അങ്ങനെ കൂട്ടാൻ വേണ്ടി പറ്റും. ഇത് 1- എന്നുള്ള ടേമാണ്. മീൻസ് എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ ഈ ഒരു ടേം എന്ത് വേണം മിനിമം ആവണം. ഇതങ്ങനെ മിനിമം ആക്കാം. ഒന്നിക്കൽ ഇതിൻ്റെ വാല്യൂ കൂട്ടുക, സോഴ്സ് ടെമ്പറേച്ചർ കൂട്ടുക, അല്ലെങ്കിൽ സിങ്ക് ടെമ്പറേച്ചർ കുറക്കുക. പക്ഷേ ഇതിന് രണ്ടിലും പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ ഈസ് ലിമിറ്റഡ് ബൈ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ദി കമ്പോണൻസ് ഓഫ് എഞ്ചിൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ്. ഈ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആക്കിയിട്ട് അതിൽ ഹീറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളെ കമ്പോണൻറ്റിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. വെരി ഹൈ ടെമ്പറേച്ചറിന് ഈ എഞ്ചിൻ്റെ കമ്പോണൻസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് എന്താ ഒരു പരിധി വിട്ടിട്ട് ഹയർ ടെമ്പറേച്ചർ TH നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സോഴ്സിൻ്റെ ഇവിടെ എന്താ പ്രശ്നം എന്താ ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഈസ് ലിമിറ്റഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ദി കൂളിംഗ് മീഡിയം യൂട്ടിലൈസ്ഡ് ഇൻ ദ സൈക്കിൾ സച്ച് ആസ് ലേക്ക്, റിവർ ഓർ ദി അറ്റ്മോസ്ഫിയറിക് എയർ. ഈ സിങ്ക് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഹീറ്റ് റിജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന മീഡിയമാണ്. നോർമലി അത് യൂസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് എയറോ അല്ലെങ്കിൽ ലേക്കോ അല്ലെങ്കിൽ റിവറാണ്. അതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പിന്നെയും കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ സെപ്പറേറ്റ് റെഫ്രിജറേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് വേണം. അതിന് വേറെ അഡീഷണൽ വർക്ക് ഇൻപുട്ട് വേണം. മീൻസ് ഇത് നമുക്കൊരു പരിധി വിട്ടിട്ട് TL കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതിപ്പം കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് എല്ലാം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ കാർനോട്ട് സൈക്കിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് എൻജിൻസ് പ്രാക്ടിക്കലി കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ The Carnot cycle has highest thermal efficiency of all heat engines operating between same temperature level. Same temperature ലിമിറ്റിനടക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറേ ഡിഫറെൻറ്റ് എൻജിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം പോസിബിൾ എഫിഷ്യൻസി തന്നെയാണ് കിട്ടുക കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്നതിനാണ് കിട്ടുക. പക്ഷേ ഇറ്റ് ഈസ് ഓൺലി ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ. കാരണം എന്താ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വർക്കിംഗ് ബേസ്ഡ് ഓൺ കാർനോട്ട് സൈക്കിൾ ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. ഞാൻ ഇവിടെ ആകെ 2 റീസൺസേ പറയുന്നുള്ളൂ. ഓൾ ദി 4 പ്രോസസ്സർ നീഡ് ടു ബി റിവേഴ്സിബിൾ ബട്ട് ദർ വിൽ ബി മെക്കാനിക്കൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ. ഇവിടെ പറഞ്ഞാണ് ഒരു അസംഷനായിരുന്നു എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. പക്ഷേ ആക്ച്വലി നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. മീൻസ് ഫ്രിക്ഷൻ ഒന്നും ഇല്ലാണ്ടൊരു പ്രോസസ്സും എഞ്ചിനും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ ഒരു പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും അവിടെ മെക്കാനിക്കൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് പിന്നെ റിവേഴ്സിബിൾ ആവില്ല, ഇറിവേഴ്സിബിളായി. ഓക്കെ, അതൊന്ന്. പിന്നെ ഫോർ അറ്റൈനിങ് ഐസോതെർമൽ ഓപ്പറേഷൻ ദ പിസ്റ്റൺ മൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി വെരി സ്ലോ. However, piston must move very fast for adiabatic process. A variation in speed of the piston during different process cycle is rather impossible. അതായത് ആദ്യം ഒരു ഐസോതെർമൽ
കംപ്രഷൻ പിന്നെ അഡിയബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ അതായിരുന്നു ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് സൈക്കിളിൽ. ഈ ഐസോതെർമൽ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും നല്ലത് പിസ്റ്റൺ വളരെ സ്ലോയിൽ മൂവ് ചെയ്യണം. അഡിയബാറ്റിക് നടക്കണമെങ്കിൽ വളരെ ഫാസ്റ്റ്ലി, മീൻസ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫറിലെ ടൈം അവിടെ കുറക്കുക. മീൻസ് പിസ്റ്റൺ ആദ്യം വളരെ മെല്ലെ പിന്നെ ഫാസ്റ്റ്, പിന്നെ മെല്ലെ പിന്നെ ഫാസ്റ്റ്. അങ്ങനെ ഒരിക്കലും ഒരു പിസ്റ്റണ് പ്രാക്ടിക്കലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടെന്താ ഇതൊരു കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യൽ ഫീസിബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ യൂസ് എന്താ? ദ കാർനോട്ട് സൈക്കിൾ സെർവ്സ് എ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് വിച്ച് ദ പെർഫോമൻസ് ഓഫ് എനി പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ ക്യാൻ ബി കമ്പയർഡ്. അതായത് ഒരു ബെഞ്ച് മാർക്കായിട്ട് മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത് കാർനോട്ട് എഫിഷ്യൻസിയാണ്. ബാക്കിയിലെ ആക്ച്വലി പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള എഞ്ചിൻ്റെ എഫിഷ്യൻസീസ് കമ്പയർ ചെയ്യാനുള്ളൊരു ബെഞ്ച് മാർക്കായിട്ടാണ് കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കാർനോട്ട് സൈക്കിളിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാണ് പറയുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ റേഷ്യോ. ഓക്കെ, അതായത് ഐസെൻട്രോപ്പിക് മീൻസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ റേഷ്യോ. അഡിയബാറ്റിക് കംപ്രഷൻ 2-3 ആണ് പ്രോസസ്സ്. ആ റേഷ്യോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പം V2/V3 = V1/V4 എല്ലാം ബൈഹാർട്ട് പഠിക്കൽ നടക്കില്ല, ഫിഗർ നോക്കിയിട്ട് എഴുതാൻ പഠിക്കണം. പ്രോസസ്സ് ഏതാണെന്ന് നോക്കുക. ഇതാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം. ആ പ്രോസസ്സിൽ ഇപ്പം പ്രോസസ്സ് 1, 2 അല്ലെങ്കിൽ 2, 3 അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഹയർ വോളിയം, അടുത്തത് ലോവർ വോളിയം ആണ് ഉണ്ടാവുക. ഇവിടെ എന്താ പ്രോസസ്സ് 2, 3ൽ ഹയർ വോളിയം എന്ന് പറയുന്നത് V2 ആണ്. V2 ഡിവൈഡ് ബൈ V3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ റേഷ്യോ ആണ്. അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 4-1 ആണ്. അതിൻ്റെ ഹയർ വോളിയം ആരാണ്? V1 ആണ് ഹയർ വോളിയം. V1 ഡിവൈഡ് ബൈ V4. ഓക്കെ, അതേപോലെ ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ആയിരിക്കും ഈ കാർനോട്ട് സൈക്കിളിൽ. ഓക്കെ, അങ്ങനെ ഏതാ ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത് 1-2 ആണ്. അതിൽ ഹയർ വോളിയം 1ലാണ് വരുന്നത് V1/V2. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 3-4 ആണ്. ഹയർ വോളിയം ബൈ ലോവർ വോളിയം എന്ന് വെച്ചാൽ V4/V3. ആ രീതിയിൽ നിങ്ങൾക്ക് റേഷ്യോ എഴുതാം. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. എ കാർനോട്ട് സൈക്കിൾ വർക്ക് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ ലിമിറ്റ് 327 degrees centigrade and 27 degrees centigrade. Find the thermal efficiency of the cycle. Also find the heat supply during heat addition process. If net work done is 120 kilojoule. കാർനോട്ട് സൈക്കിളിൻ്റെ ടെമ്പറേച്ചർ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സ് ടെമ്പറേച്ചർ ആയിരിക്കും. ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിങ്ക് ടെമ്പറേച്ചർ ആയിരിക്കും. TH 327. അതിനെന്ത് ചെയ്യണം? കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേഷൻസൊക്കെ കെൽവിനിൽ ചെയ്യണം. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുക. 273 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ 27 + 273. പിന്നെ നെറ്റ് വർക്ക് ഡൺ തന്നിട്ടുണ്ട് 120 കിലോജൂൾ. എഫിഷ്യൻസി അങ്ങനെ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഇക്വേഷൻ എടുക്കുക. 1 - TL/TH ചെയ്താൽ എത്ര? 0.5 അല്ലെങ്കിൽ 50%. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഹീറ്റ് ഇൻപുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, Wnet/Qin. എഫിഷ്യൻസി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, Wnet തന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഹീറ്റ് ഇൻപുട്ട് കിട്ടും. നമുക്ക് 120 കിലോജൂളാണ് തന്നിരിക്കുന്നത് വർക്ക്. കിലോനെ കൺവേർട്ട് ചെയ്യാൻ × 10⁻³ ഓക്കെ, എന്ത് കിട്ടും? Qin = 240 കിലോജൂൾ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ തിയററ്റിക്കൽ എഞ്ചിൻ വർക്ക്സ് ഓൺ കാർനോട്ട് സൈക്കിൾ. At the beginning of isothermal expansion, the pressure, temperature and volume are 2 MPa, 300 degrees centigrade and 0.03 m3 respectively. Ratio of isentropic compression is 5 and isothermal expansion is 2. Find out pressure and temperature of air at each salient points, efficiency of cycle, work done per cycle, then mean effective pressure. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തിയററ്റിക്കൽ എഞ്ചിൻ കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്യണം എന്താണ്? PV ഡയഗ്രം ഇല്ലാണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം PV ഡയഗ്രം വരക്കണം. അതിനുശേഷം മാത്രമേ അതിൻ്റെ ഇൻപുട്ട് നമുക്ക് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പോയിന്റ് വെച്ചിട്ട് എഴുതണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഡാറ്റ ഡയറക്റ്റ് P3 T3 V3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് P3 V3 T3 എന്ന് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ P1 V1 T1 എന്നോ അല്ല P2 V2 T2 എന്നല്ല എഴുതിയിരിക്കുന്നത്. P3 V3 T3 ആണ്. അതിന് ഞാൻ ആദ്യം ചെയ്തത് PV ഡയഗ്രാം വരച്ചു. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്ത് മനസ്സിലായി? അറ്റ് ദ ബിഗിനിങ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ ബിഗിൻ ചെയ്യുന്നിടയ്ക്കില്ല പ്രഷറും ടെമ്പറേച്ചറും വോളിയമാണ് തന്നിരിക്കുന്നത്.
ഈ ഫിഗറിൽ എന്താ 1-2 ഐസോതെർമൽ കംപ്രഷനാണ്, 2-3 അഡയബാറ്റിക് കംപ്രഷനാണ്, 3-4 ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് 3 ആണ്. ഇവിടെ നിന്നാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയാണ് തന്നിരിക്കുന്നത്. മീൻസ് P3 2 MPa, മെഗാ എന്ന് വെച്ചാൽ ഇൻറ്റു 10⁶, T3 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 573 കെൽവിൻ പ്ലസ് 273 ആഡ് ചെയ്താൽ ഡിഗ്രി സെൻറ്റിഗ്രേഡിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുക. അവിടുത്തെ വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ P3 V3 T3 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പി കംപ്രഷനും തന്നിട്ടുണ്ട്, ഐസോതെർമൽ എക്സ്പാൻഷനും തന്നിട്ടുണ്ട്. ഓക്കെ, സാലിയൻ്റ് പോയിൻ്റിലെ പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷർ, ടെമ്പറേച്ചർ അറ്റ് സാലിയൻ പോയിൻ്റ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള പോയിൻ്റ് 4, 1, 2 അവിടെയുള്ള പ്രഷർ, ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഫിഷ്യൻസി, വർക്ക് ഡൺ, മീൻ എഫക്റ്റീവ് പ്രഷർ. ഓക്കെ, നോക്കാം. ഓൾറെഡി പറഞ്ഞാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ റേഷ്യോ V2/V3 ദാറ്റ് ഈസ് ഈക്വൽ V1/V4 5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ V1/V2 ദാറ്റ് ഈസ് ഈക്വൽ ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ V4/V3 ദാറ്റ് ഈസ് ഈക്വൽ 2 തന്നിട്ടുണ്ട്. ഡയഗ്രം നോക്കിയിട്ട് തന്നെ എഴുതണം. ഇനി നോക്കാം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ഈച്ച് സാലിയൻ പോയിൻറ്റ്സ്. ആദ്യം ഞാൻ ഏത് പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത്? പ്രോസസ്സ് 3-4 കൺസിഡർ ചെയ്യുന്നു. പ്രോസസ്സ് 3-4 എന്ന് വെച്ചാൽ ഐസോതെർമൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള റിലേഷൻ തന്നെ യൂസ് ചെയ്യണം. എൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ പഠിപ്പിച്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രോസസ്സിൻ്റെ PVT റിലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ PV റിലേഷൻ എന്താ ഉണ്ടായിരുന്നത്? P3 V3 = P4 V4 ആണ്. ആ പ്രോസസ്സിന് നമുക്ക് ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, V4/V3 = 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? P4 = P3 × V3/V4. P3ൻ്റെ വാല്യൂ അറിയുക, V3/V4 V4/V3 വരെ അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? P4ൻ്റെ വാല്യൂ കിട്ടി, 1 × 10⁶ പാസ്കൽ കിട്ടി, അല്ലെ 1 MPa. ഇവിടുത്തെ പ്രഷർ കിട്ടി. ഇനി അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചറും സെയിം തന്നെ. ഇനി അവിടുത്തെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ V3 അറിയാം, ഡയറക്റ്റായിട്ട് V4 = 2 × V3. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നോക്കുക. ഇനി 1ലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുന്നു? അവിടെ ശ്രദ്ധിക്കണം, അതൊരു അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സ് ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിലേഷൻ, ഇത് ഐസോതെർമൽ ആയതുകൊണ്ടാണ് PV = കോൺസ്റ്റൻറ്റ്. അത് ഐസോതെർമലിൻ്റെ റിലേഷനാണ്. അടുത്ത പ്രോസസ്സ് നോക്കിയിട്ട് വേണം റിലേഷൻ, അല്ലാണ്ട് എല്ലാ സ്ഥലത്തും ഒരേ റിലേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്താ? PV⁻Γ = കോൺസ്റ്റൻറ്റ്. അഡയബാറ്റിക് ആയതുകൊണ്ട് അഡയബാറ്റിക് ഇൻഡെക്സ് ആണ് ഗാമ. ഓക്കെ, P4 V4 = P1 V1 വേറെ ആ പ്രോസസ്സിന് അറിയുന്ന കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുക. അവിടെ ഇല്ല വോളിയം റേഷ്യോ V1/V4 എനിക്കറിയാം 5 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. P1 = P4 × V4/V1. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1ൻ്റെ വാല്യൂ കിട്ടി. മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഇല്ല എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഓക്കെ, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ അഡയബാറ്റിക് 3 റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PV⁻Γ = കോൺസ്റ്റൻറ്റ്, T⁻Γ - 1 = കോൺസ്റ്റൻറ്റ്, അതുപോലെ P/T⁻Γ/Γ - 1 = കോൺസ്റ്റൻറ്റ്. അതിൽ സെക്കൻഡ് റിലേഷൻ T⁻Γ - 1 = കോൺസ്റ്റൻറ്റ്. ഇതേപോലെ സോൾവ് ചെയ്യുന്നു. T1 = T4 × V4/V1 - 1. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? T1 = 301 കെൽവിൻ. അതേപോലെ V1ൻ്റെ വാല്യൂ, വോളിയം റേഷ്യോ അറിയുക, V1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. സാലിയൻ പോയിൻറ്റ്സിലെ പ്രോപ്പർട്ടീസ്, പ്രഷർ, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ആദ്യം എടുക്കുക, അതിന് അപ്ലിക്കബിളായ റിലേഷൻ എഴുതുക. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ബാക്കി കണ്ടുപിടിക്കാൻ എല്ലാ ഡാറ്റാസും അതിൽ തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രോസസ്സ് 1-2 ഇവിടെ ഏത് റിലേഷനാണ്? ഐസോതെർമലാണ്. അതായത് PV = കോൺസ്റ്റൻറ്റ്, P1 V1 = P2 V2. സിമിലറായിട്ട് സോൾവ് ചെയ്യുന്നത്. ഇനി ആദ്യം സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഐസോതെർമൽ ആയതുകൊണ്ട് T1 = T2 ആയിരിക്കും. ബാക്കി സോൾവ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഇത് എഫിഷ്യൻസി. ഇനി അടുത്ത പ്രോസസ്സിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ 3 എല്ലാ ഡാറ്റാസും, എല്ലാ പോയിൻ്റ് ഡാറ്റാസും നമുക്ക് കിട്ടി. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി = 1 - Qout/Qin. Qin ൻ്റെയും Qout-ൻ്റെയും എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഹീറ്റ് സപ്ലൈ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? 3-4 ആണ്. ഐസോതെർമൽ പ്രോസസ്സിലാണ് ഹീറ്റ് ഇൻപുട്ട് എടുക്കുന്നത്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. എന്താ? പ്രോസസ്സ് 3-4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ P3 V3. ഇവിടെ ഇപ്പം P3 V3ക്ക് പകരം P4 V4 എടുത്താലും പ്രശ്നമില്ല, കാരണം ഐസോതെർമൽ ആയതുകൊണ്ട് P3 V3 = P4 V4 ആണ്.
P3 V3 into log ln P3 V3 into ln V4 by V3. ഞാൻ വോളിയത്തിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം എടുക്കണം, എന്നാലേ നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ഇവിടെ കിട്ടുള്ളൂ. തിരിച്ചെടുത്താൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് ഒന്ന് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ P3 V3 ഇൻറ്റു ln ഫോറിലാണ് ഹയർ വോളിയം V4 by V3. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? Q in ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ കിട്ടി. ഇനി ഹീറ്റ് റിജക്റ്റഡ്, ഏത് പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്? 1-2ലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഐസോതെർമലാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താ? P1 V1 ഇൻറ്റു ln, ഹയർ വോളിയം എന്താണ്? V1ലാണ് ഹയർ വോളിയം ബൈ ലോവർ വോളിയം. ഇവിടെ P1 V1 പകരം P2 V2 എടുത്താലും പ്രശ്നമില്ല, ഐസോതെർമൽ ആയതുകൊണ്ട് സെയിം വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, നോർമലി ആ പ്രോസസ്സ് എവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ അവിടെയില്ല പ്രഷർ വോളിയം. ഇപ്പം P3 3-4 ആയിരുന്ന സമയത്ത് P3 V3 ഇൻറ്റു എന്ന് പറഞ്ഞെടുത്തു. അതേപോലെ ഇവിടെ 1-2 ആയതുകൊണ്ട് P1 V1 ഇൻറ്റു ln ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം. സോൾവ് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഈറ്റ ഈസ് ഈക്വൽ ടു 47.47%. ഓക്കെ, ഇനി വർക്ക് ഡൺ പെർ സൈക്കിൾ W നെറ്റ് Q ഇൻ മൈനസ് Q ഔട്ട് ആണ്. ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട് എന്താണ്? വർക്ക് ഡൺ പെർ സൈക്കിളാണ്. W നെറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി അടുത്തത് മീൻ എഫക്റ്റീവ് പ്രഷർ. ഓക്കെ, മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ഡൺ പെർ സൈക്കിൾ ബൈ സ്ട്രോക്ക് വോളിയമാണ്. ഇപ്പം പിസ്റ്റൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഒരു എൻഡിൽ നിന്ന് അതിൻ്റെ അടുത്ത എൻഡിലോട്ടുള്ള മൂവ്മെൻറ്റ്, അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിസ്റ്റൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അടുത്ത എൻഡ് ഇവിടെയാണെങ്കിൽ ഇതാണ് ഒരു കംപ്ലീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം, ആ ഒരു സ്ട്രോക്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയമാണ് സ്ട്രോക്ക് വോളിയം. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് അറിയാം. ഞാനിവിടെ സ്ട്രോക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ V1 - V3 ആണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും? ഈ പിസ്റ്റൺ എക്സ്ട്രീം റൈറ്റ് എൻഡിലുള്ള സമയത്ത് എൻ്റെ പോയിൻറ്റ് 1 ആയിരുന്നു. ഓക്കെ, ആ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറഞ്ഞാൽ V1 മീൻസ് പിസ്റ്റൺ ടോട്ടൽ അക്കോമഡേറ്റ് ചെയ്യുന്ന വോളിയമാണ് V1. അതിനുശേഷം ലെഫ്റ്റ് എക്സ്ട്രീമിൽ എത്തുന്ന സമയത്ത് എന്താണ്? 3 എന്ന് പറഞ്ഞ പോയിൻ്റിലായില്ല. ഓക്കെ, ആ സമയത്ത് എനക്കെന്താ ഈ 1-ന്ന് ഈ ഒരു കറസ്പോണ്ടിങ് വോളിയാണ് വേണ്ടത്. 1-ന്ന് 3ലോട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയാണ് വേണ്ടത്. ആ സമയത്ത് എന്ത് കിട്ടും? 3 എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള വോളിയായി, 1 എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള വോളിയായി. എനക്കെന്താ വേണ്ടത്? 1-ന്ന് 3ലോട്ടുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? V1 കംപ്ലീറ്റ് മൈനസ് ഇത്ര പേരെ ചെയ്താൽ മതി. എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് സ്ട്രോക്ക് വോളിയം കിട്ടും. അതായത് V1 - V3 ആണ് ഇതിലെ സ്ട്രോക്ക് വോളിയം. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? മീൻ എഫക്റ്റീവ് പ്രഷർ 73.118 × 10⁻³ പാസ്കൽ. ഓക്കെ.